അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ ശാരീരിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആദ്യമായി നമ്മൾ ഈ കരാട്ടെ അല്ലെങ്കിൽ ആയോധന കലകളെയൊക്കെ നമ്മൾ കാണുക. അത് തീർത്തൊരു ശാരീരിക ആരോഗ്യം മാത്രമല്ല അല്ലേ, നല്ല ശാരീരിക ആരോഗ്യമുള്ള മനസ്സിലാണ് നല്ലൊരു മനസ്സുണ്ടാവുന്നത് അല്ലേ. നല്ല ആരോഗ്യമുള്ള ഒരു മനസ്സ് ഉണ്ടാവണമെങ്കിൽ ശരീരത്തിനും ആരോഗ്യം വേണം അല്ലേ. അല്ല മക്കളെ, ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിലല്ലോ നല്ലൊരു മനസ്സുണ്ടാവുള്ളൂ. മാനസിക ആരോഗ്യമാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത്. മാനസിക ആരോഗ്യമില്ലാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ശക്തിയില്ല, ഒന്നിനോടും എതിർത്ത് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയുണ്ട്. ഇപ്പം ഞാൻ ചെറിയൊരു അനുഭവം പറയാം. കഴിഞ്ഞ ദിവസവും നമ്മുടെ ഈ അടുത്ത പ്രദേശത്തിനുള്ള ഒരു കുട്ടി, ആ കുട്ടി +2 നല്ല മാർക്കുള്ള, നിങ്ങളെപ്പോലെ നല്ല മാർക്കുള്ള, നിങ്ങളിൽ 5ാം ക്ലാസ് മുതലല്ലേ 4, 5 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലേ, അതിനും താഴെയുള്ളവരുണ്ട്. +2 വരെ ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത, അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ലാത്ത ഒരു കുട്ടി, നല്ല കുട്ടി, 94% SSLCക്കും 98% +2വിനും മാർക്കുള്ള ഒരു കുട്ടി. ആ കുട്ടി +2 കഴിഞ്ഞ് തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ അടുത്ത പ്രദേശമായ, അടുത്ത സംസ്ഥാനമായ ബാംഗ്ലൂരുവിലേക്ക് പഠിക്കാൻ പോയി. അവിടെ പഠിക്കാൻ പോകുമ്പോൾ അല്ലേ പുതിയ സുഹൃത്തുക്കളായിരിക്കും അല്ലേ, നമ്മളെവിടെയുള്ള സുഹൃത്തുക്കളായിരിക്കില്ലല്ലോ അവിടെ. അങ്ങനെ പുതിയ കൂട്ടുകെട്ട്, കമ്പനിയായി, റൂം വേണം അല്ലേ. റൂംമേറ്റ് ആയിട്ട് 4 കുട്ടികൾ. ആ കുട്ടി ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം കേട്ടത്, റൂംമേറ്റ് ആയിട്ടുള്ള 4 കുട്ടികൾ അവരുടെ കൂടെ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് അതിലൊരു കുട്ടി ചെറിയ മയക്കുമരുന്നിൻ്റെ ഉപയോഗമുള്ള കുട്ടിയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കുട്ടി ചെറിയ രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ച്, ചെറിയ രീതിയിലല്ല നല്ല രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഒരു ദിവസം റൂമിൽ വെച്ച് ഇവനോട് പറഞ്ഞു, നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗമുണ്ട്, നീ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ആ രീതിയിൽ പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞതെന്നറിയോ, എനിക്ക് അവരോട് നോ എന്ന് പറയാൻ പറ്റില്ല. ആ കുട്ടി പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഞാനൊരു ബാഡ് ബോയ് ആവണ്ടെന്ന് കരുതിയെന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു മോശക്കാരനാവണ്ടെന്ന് കരുതി ഞാൻ അവരുടെ കൂടെ കൂടിപ്പോയി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു സിഗരറ്റ് പോലും +2 വരെ ഉപയോഗിക്കാതിരുന്ന കുട്ടി ബാംഗ്ലൂരിൽ പോയി പഠിക്കാൻ പോയ സമയത്ത് അവൻ്റെ റൂംമേറ്റിൻ്റെ ഒരു സമ്മർദ്ദത്തിൽ അവനത് ഉപയോഗിക്കേണ്ടി വന്നു. ആ കുട്ടീൻ്റെ അവസ്ഥ, ഇപ്പോഴുള്ള അവസ്ഥ, ആ കുട്ടി ഇപ്പോൾ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലാണുള്ളത്. ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയതുകൊണ്ട് മാത്രം കഴിയുമോ? അതുകൊണ്ട് മാത്രം അവൻ്റെ അസുഖം മാറുമോ, ശരിയാവുമോ? സാധ്യത വളരെ കുറവാണ്. അത്രയ്ക്ക് വ്യത്യസ്തമായ മൾട്ടി ഡ്രഗ്സ് എന്ന് പറയും, വ്യത്യസ്തമായ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിലൂടെ ആ കുട്ടി വല്ലാത്തൊരവസ്ഥയിലെത്തിയിരിക്കുക. അപ്പോൾ ആ കുട്ടിക്ക് നോ എന്ന് പറയാൻ ഉള്ള ഒരു മാനസിക ശക്തി ആ കുട്ടിക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് എൻ്റെ വസ്തുത. എങ്ങനെ ഈ മാനസിക ആരോഗ്യം ഉണ്ടാവുക? അത് നമ്മൾ ആർജിച്ചെടുക്കുന്ന അല്ലേ, ചെറുപ്പം മുതൽ നമ്മളെ പേരൻസ്, ഒന്നാമതായി നമ്മളെ പേരൻസ് തന്നെ നമുക്കതിന് സപ്പോർട്ട് ചെയ്യണം അല്ലേ. ചെറുപ്പത്തിലെ മാനസിക ശക്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറേ കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട്. അവർക്ക് ഫാൾട്ട് കുടുങ്ങിയാൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോരും അല്ലേ. പിന്നെ നമുക്ക് സ്കൂളത്തെ ഫ്രണ്ട്സാണ് ഉണ്ടാവുക, അവിടുന്നും ഈ ശക്തി ആർജിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മാനസിക ആരോഗ്യമില്ലാത്ത ഒരു രീതിയിലുള്ള കുട്ടികളായി മാറിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മറ്റുള്ള മേഖലയിൽ നിന്നൊക്കെ നമുക്കുണ്ടാവുന്ന സ്വാധീനങ്ങൾ അല്ലേ, അങ്ങനത്തെ സ്വാധീനത്തിൽ പെട്ടാൽ നമുക്ക് അവരോട് നോ എന്ന് പറയാൻ കഴിയില്ല. ഈ കുട്ടി അതിലൊരു ഇരയാണ്. ആ കുട്ടീനെ ഞങ്ങൾ വീട്ടിൽ പോയി കണ്ടു. ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളെ സഹായം ചോദിച്ചതാണ്. എൻ്റെ CIനെ വിളിച്ചു പറഞ്ഞു. CI എന്നെയും കൂട്ടി ആ വീട്ടിൽ പോയ സമയത്ത് വീട്ടിലൊക്കെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല, അതായത് കോളേജ് പ്രൊഫസേഴ്സാണ് അച്ഛനും അമ്മയും. വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? നമുക്ക് അതവിടെ മാനസികാരോഗ്യത്തിൻ്റെ കാര്യം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ, ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയാം, ആ കുട്ടി ഭ്രാന്തമായ അവസ്ഥയിലുള്ള ഈ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ ഞങ്ങൾ അവനെ അനുനയിപ്പിച്ച് പറഞ്ഞ് സമാധാനപ്പെടുത്തിയാൽ കൊണ്ടുപോകാൻ വിചാരിക്കുന്നത്. ആ സമയത്ത് അവൻ പറഞ്ഞു, കരഞ്ഞ് പറയാം, എന്താ പറഞ്ഞതെന്നറിയോ, എനിക്ക് എൻ്റെ നാട്ടിലോ വീട്ടിലോ അടുത്തൊന്നും ഒരു നല്ല ഇല്ലാന്ന്, സുഹൃത്തുക്കൾ ഉണ്ടാകാനുള്ള ഒരു അവസരം അച്ഛനും അമ്മയും ചെയ്തു തന്നിട്ടില്ലാന്ന്, എനിക്കിവിടെ ഒരു ഫ്രണ്ട്സ് ഇല്ലേ സാർ, അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇതിനൊക്കെ കാരണം അമ്മേനെ ചൂണ്ടി മോൻ പറയാണ്, അമ്മയാണ് ഇതിനൊക്കെ കാരണം, എന്നെ ഒരു കളിക്കാൻ വിടില്ലായിരുന്നു അല്ലേ, കളിക്കണ്ടേ നമ്മൾ മാർഷൽ ആർട്സ് ഒരു കലയല്ലേ ഇതില്ലേ, ഇത് ചെയ്തില്ലേ, അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. ആത്മവിശ്വാസത്തിന് പുറമെ നമുക്കുള്ള സന്തോഷം അല്ലേ, നമുക്ക് സന്തോഷം തരുന്നത്. ഞാനൊരു ഫിസിയോതെറാപ്പി ക്ലാസ്സിൽ ഇതുപോലെ അവിടുത്തെ പ്രിൻസിപ്പളിൽ സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി.
ആ മാഷ് പറഞ്ഞു, ഈ എക്സസൈസിലൂടെ നമുക്ക് കിട്ടുന്ന വലിയൊരു ഡോപ്പമിൻ, വലിയൊരു സന്തോഷമുണ്ട്, ഒരു മാനസിക സന്തോഷം. ആ ഒരു ലഹരി, ആ ലഹരിയിലുള്ള ആളുകളാണ് ഇവിടെയുള്ള മാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ. ആ വല്ലാത്ത ലഹരിയിലാണ്, അത്ര ഒരു ലഹരിയാണ് അവർക്കത്. എങ്ങനെയത് വന്നതെന്നറിയോ? അത് ശരീരത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. ശരീരത്തിൻ്റെ ഒരു പ്രവർത്തന ഫലമായി അതൊരു എന്താ പറയുക, ഒരു ശാസ്ത്രീയമായിട്ടുള്ള തെളിയിക്കപ്പെട്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന എക്സസൈസ്, നമ്മൾ ചെയ്യുന്ന ഈ മുറകളൊക്കെ ആ ഒരു ഡോപ്പമിൻ എന്ന ഒരു ആ കെമിക്കൽസിനെ ഉൽപ്പാദിപ്പിക്കും. എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഹോർമോൺ. സന്തോഷം കൊണ്ട് നമ്മൾ നിറയും. രാവിലെ എക്സസൈസ് ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളിയിൽ ഏർപ്പെടുന്ന കുട്ടികൾ വളരെ ഹാപ്പി ആയിരിക്കും. അതാണ് പ്രകൃതിയാലുള്ള സന്തോഷം, അല്ലേ? പ്രകൃതിയാലുള്ള ആരോഗ്യപരമായ സന്തോഷമാണത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലോ, കൃത്രിമമായിട്ട് രാസലഹരികൾ ഉപയോഗിച്ച് സന്തോഷം കണ്ടെത്തുന്ന കുട്ടികളുടെ ശരീരം, തലച്ചോറ് തകർന്നു പോകുന്നുള്ളതാണ്. എങ്ങനെയാണ് തകരുന്നതെന്ന് അറിയോ? അതായത് നമ്മളെ ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളെ ഉദ്ദീപിപ്പിക്കുക എന്ന് പറയില്ലേ, പ്രത്യേക രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുക. ഈ ഉദ്ദീപനം ശരീരത്തിൻ്റെ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിൽ വലിയ തകർച്ച ഉണ്ടാവുകയും അങ്ങനെ ഭാവിയിൽ ഒരു ഭ്രാന്തനായി മാറുകയാണ് ചെയ്യുക. നമ്മളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ, മെൻ്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ എനിക്ക് പരിചയമുള്ള ആളാണ്. ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? നേരത്തെയൊക്കെ ആണെങ്കിൽ ജന്മനാ ഭ്രാന്തുള്ള അല്ലെങ്കിൽ അങ്ങനെ ജന്മനാ തന്നെ കുഴപ്പമുള്ള ആളുകളാണ് മെൻ്റൽ ഹോസ്പിറ്റലിൽ ധാരാളമായി ഉണ്ടായിരുന്നത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ ഒരു 18-20% ആളുകൾ പുതുതായിട്ട് ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിച്ച് വരുന്ന ആളുകൾ തന്നെയാണെന്നാണ്